ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ രേവതിയാണെങ്കിൽ ചെറിയ ചെറിയ സ്റ്റേജ് ഡെക്കറേഷനൊക്കെയാണല്ലോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരത്ത് മുഖേന രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുകയാണ് കേട്ടോ. വലിയൊരു ഓർഡർ എന്ന് വെച്ചാൽ നല്ല ഒരു തുകയുടെ തന്നെ ഓർഡർ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ രേവതി സക്സസ് ആയിട്ട് ചെയ്യുകയും പിന്നാലെ തന്നെ വലിയ ഒരു ഫ്ലവർ ഷോപ്പും ഇതിൻ്റെ ഡെക്കറേഷൻ ഓർഡർ എല്ലാം പിടിക്കുന്ന നല്ലൊരു കമ്പനി ഓണറും കൂടി നമ്മുടെ രേവതി ആവുന്ന സൂപ്പർ ഒരു എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. അങ്ങനെ ശരത്താണെങ്കിൽ രേവതിയെ വിളിച്ചിട്ട് ചേച്ചി അർജൻറ്റായിട്ടൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. ശരിടാ, ഞാൻ ഇപ്പോൾ പൂ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് വന്നോളാന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി പൂ കൊടുത്തതിന് ശേഷം ലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശരത്തും ലക്ഷ്മി അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എന്താ നീ പെട്ടെന്ന് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ ചേച്ചി, ടെൻഷനൊന്നും അടിക്കണ്ട, ചേച്ചിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്താ ശരത്തെ, നീ സർപ്രൈസ് ആക്കാതെ കാര്യം പറയുന്ന രേവതി പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അതെ ചേച്ചിയുടെ വലിയൊരു സങ്കടം ഇന്ന് മാറിക്കിട്ടും. ചേച്ചിക്ക് ഇതുവരെ വലിയ ഓർഡറുകളൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയല്ലായിരുന്നോ? അതെ, ഇപ്പോ എൻ്റെ പ്രൊഫസർ ഉണ്ടല്ലോ, പ്രൊഫസറുടെ വീട്ടില് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടക്കുകയാണ്. അപ്പോൾ ആ വിവാഹത്തിനുള്ള സ്റ്റേജ് ഡെക്കറേഷനുകളും മണ്ഡപം ഡെക്കറേഷനുകളും ഫുള്ള് ചേച്ചിക്കാണ് ഓർഡർ തന്നിരിക്കുന്നതെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ രേവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ശരത്തെ, നിന്നോട് ഞാൻ എങ്ങനെയാടാ ഇതിന് നന്ദി പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശരത്ത് പറയുന്നുണ്ട്, അതെ ചേച്ചി എന്നോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ചേച്ചിയും സച്ചിയേട്ടനും ചെയ്തു തന്ന കാര്യങ്ങൾക്ക് ഞാൻ ഇനി എന്തൊക്കെ ചെയ്താലും അതിന് പകരം ആവില്ല. എന്തായാലും ചേച്ചി ഇതിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എടാ ശരത്തെ, ഇത്രയും വലിയ ഓർഡർ വന്നാൽ ആരെങ്കിലും സമ്മതിക്കാതിരിക്കുമോ? നീ പ്രൊഫസറെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഓക്കെ പറഞ്ഞേക്കെന്നും പറഞ്ഞിട്ട് ഞാനേ ഈ കാര്യം സച്ചിയേട്ടനോട് കൂടി പറയട്ടെ എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. രേവതി നേരെ ചന്ദ്രോദയത്തിലെത്തി സച്ചിയോട് ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, എന്തായാലും രേവതി, നിനക്ക് ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്നതേ ചെറിയ സൗഭാഗ്യമൊന്നുമല്ല. പിന്നെ ഈ ഒരു ഡെക്കറേഷൻ കാരണം നിനക്കൊരു 5 ലക്ഷം രൂപയെങ്കിലും ലാഭം ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ടേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, അതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. അഡ്വാൻസ് ആയിട്ട് അവര് കുറച്ച് തുകയല്ലേ തരുള്ളൂ. എന്നാൽ ഇതിന് പൂവൊക്കെ മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്യാഷ് വേണമല്ലോ, അതിനെന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണേ. അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, രേവതി, നമുക്ക് ശ്രീകാന്തിനോടും വർഷയോടും കുറച്ച് ദിവസത്തേക്കിന് കുറച്ച് പൈസ കടം ചോദിച്ചാലോ? എന്തായാലും അവര് തരില്ല. പിന്നെ നമുക്ക് ആ പൈസ ഡെക്കറേഷൻ വിവാഹം എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യാലോ എന്ന് പറയുകയാണേ. അങ്ങനെ രേവതിയും സച്ചിയും കൂടി ശ്രീകാന്തിനോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രീകാന്തിനും വർഷയ്ക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, എടാ ശ്രീകാന്തെ, രേവതിക്ക് ആദ്യമായിട്ട് കിട്ടിയ വലിയ ഓർഡറാണ് ഇത്. എന്തായാലും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇപ്പോൾ കയ്യിൽ വെച്ചിട്ട് പൂവൊക്കെ മേടിക്കാനൊക്കെ വേണമല്ലോ. അതിന് നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും രേവതി ചേച്ചി, ഇത്രയും വലിയ ഓർഡർ കൈവിട്ട് കളയൊന്നും വേണ്ട, ഞാനേ പൈസ തന്നോളാന്ന് പറയുന്നുണ്ടേ. ഈ സമയം വർഷയും, അതെ രേവതി ചേച്ചിക്ക് എത്ര രൂപയാ വേണ്ടത്, ഇപ്പൊ തന്നെ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാന്നും പറഞ്ഞിട്ട് വർഷ പെട്ടെന്ന് തന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ എൻ്റെ ഏട്ടത്തേക്ക് പുതിയൊരു സംരംഭം തുടങ്ങാനായിട്ടേ ഞാനും കൂടി പൈസ കൊടുക്കണ്ടേ? നീ മാത്രം കൊടുത്താൽ പോരല്ലോ, പകുതി ക്യാഷ് ഞാനും തന്നോളാന്നും പറഞ്ഞ് ശ്രീകാന്ത് വർഷയും കൂടിയിട്ട് നമ്മുടെ രേവതിക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷവുമാണ് കേട്ടോ. അങ്ങനെ രേവതി പറയുന്നുണ്ട്, ശ്രീകാന്തെ, വർഷേ,
ഇത് വിവാഹം കഴിഞ്ഞ് പൈസ കിട്ടിയ ഉടനെ ഞങ്ങൾ തിരിച്ചു തന്നോളാന്നേ. എന്നാ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഏട്ടാ ഈ പണം നിങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെറുപ്പത്തിലേക്ക് ഏട്ടൻ എനിക്ക് തന്നതിന് ഇതൊന്നും പകരമാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാന്ന്. ഈ സമയം സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ എതിരാളിയായിട്ടുള്ള ഒരു ഹേമ മേഡം ഉണ്ടല്ലോ, അവരിങ്ങനെ ചർച്ച ചെയ്യാണ്. കാരണം അവർക്ക് കിട്ടേണ്ട വലിയ ഒരു ഓർഡറാണ് രേവതിക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെ ഹേമ കൂട്ടത്തിലുള്ള ആളോട് പറയുന്നുണ്ട്, എന്തായാലും ആ പൂ കെട്ടിക്കൊണ്ട് നടന്നവള് നമ്മുടെ ഫീൽഡിൽ വന്നു കയറിയപ്പോൾ ഇത്രയൊന്നും കരുതിയില്ല. ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ കൊണ്ടങ്ങ് പൊക്കോളൂ എന്ന് കരുതി. എന്നാൽ അവളിപ്പോൾ നമുക്ക് കിട്ടേണ്ട വലിയ ഓർഡർ പോലും പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണല്ലോ. എന്തായാലും ഇത് വെറുതെ വിടാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നും പറഞ്ഞ് നമ്മുടെ ഹേമ ചെല്ലുന്നത് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയെ കാണുമ്പോൾ തന്നെ ഹേമ പറയുന്നുണ്ട്, ഓ നിങ്ങളെ കാണുമ്പോൾ തന്നെ എത്ര നല്ല സ്ത്രീയാണെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് നിങ്ങളുടെ മരുമകൾ ഇങ്ങനെ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിങ്ങൾ പറയുന്നത്? എൻ്റെ ഏത് മരുമകളാ? ആ പൂ കെട്ടുന്നവളായിരിക്കും, അല്ലാതെ എന്നെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ല. ആ അതെ, അവള് തന്നെ. ഞാൻ അവളെ കണ്ടിരുന്നു. എന്തിനാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ പൂക്കളൊക്കെ കൊണ്ട് വഴി നീളെ നടക്കുന്നത്? എവിടെയെങ്കിലും ഒരു കട വെച്ചാ പോരെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഈ സമയം അവൾ എന്നോട് പറയുക, എൻ്റെ വീട്ടില് ഒരമ്മായിയമ്മയുണ്ട്, അവര് ഭയങ്കര അഹങ്കാരിയാണ്, അവർക്ക് ഞാൻ വീട്ടിലിരുന്ന പണി ചെയ്തുകൊണ്ടേയിരിക്കണം, അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൂങ്കൊണ്ട് പോന്നേന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി, അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഹേമ രേവതിയെ കുറിച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി അപ്പൊ പറയുന്നുണ്ട്, ആ പൂ കെട്ടുന്നവളല്ലേ, അവൾ അതും പറയും അതിലപ്പുറവും പറയുമെന്ന് എനിക്കറിയാം. എന്നാ ഹേമ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നും കരുതിയിട്ടല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ എന്ത് നല്ല സ്ത്രീയാണെന്ന് എനിക്കറിയാം. അത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ്. എന്തായാലും അവളെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാലേ പിന്നെ വീട്ടിലെ വേലക്കാരിയായിട്ട് വെറുതെ ഇങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ടി വരുമല്ലോ, അത് ഓർത്തിട്ട് വന്ന് പറഞ്ഞതാ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ അവള് സമ്പാദിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അവളിപ്പോ എന്നോട് ഇത്ര അഹങ്കാരവും ധിക്കാരവും കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്നേ. എന്നാ ഹേമ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അവക്കിപ്പോ വലിയ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, അടുത്ത ആഴ്ച തന്നെയുള്ള ഒരു വിവാഹത്തിന്റെ മണ്ഡപ ഡെക്കറേഷൻ. അതിന്റെ അഹങ്കാരത്തിലാണ് അവൾ ഇതൊക്കെ പറയുന്നത്. അതിനെ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം എന്ന് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് വലിയ ആവേശമാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നിങ്ങളുടെ മരുമകളെ നിങ്ങൾ വീട്ടിലിരുത്തണം, അതല്ലേ വേണ്ടൂ. അതിന് അവൾ ആ കല്യാണ ഡെക്കറേഷന് പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹേമ പറഞ്ഞത് കേട്ടിട്ട് ചന്ദ്രമതി അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹേമ പറയുന്നുണ്ട്, അതെ ഇനി ഞാൻ ഇത് പറഞ്ഞെന്നൊന്നും നിങ്ങൾ രേവതിയോട് പോയി പറയണ്ട. നിങ്ങളുടെ മരുമകള് പൂ കൊണ്ട് വീട് തോറും കയറി ഇറങ്ങി നടക്കുകയല്ലേ. എന്നോട് പറഞ്ഞതുപോലെ ഇതുപോലെ എത്ര പേരോട് പറയുന്നുണ്ടാവും. പുറത്ത് നിങ്ങളുടെ ഒരു വില എന്തായിരിക്കും? ഞാനിപ്പോ അറിഞ്ഞത് വന്ന് പറഞ്ഞു, എല്ലാവരും അത് പറയണമെന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹേമ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും എന്നെ കുറിച്ച് നാട് നീളെ പറഞ്ഞു നടക്കുന്ന ആ പൂ കെട്ടുന്നവളെ വീട്ടിലിരുത്താനേ എനിക്കറിയാം, അതിനു വേണ്ടത് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞുറപ്പിച്ചിട്ടാണ് നമ്മുടെ ചന്ദ്രമതിയും വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ രവിയോടായിട്ട് പോയി പറയുന്നുണ്ട്, ദേ നോക്ക് രവിയേട്ടാ, ഇവളെ നാട് നീളെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് അറിയുമോന്ന്. എന്നാ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്താന്ന് വെച്ചാ കാര്യം പറ. എന്തായാലും രേവതി മോള് ആരെക്കുറിച്ച് ഒരു അപവാദവും പറഞ്ഞുകൊണ്ട് നടക്കില്ല. നീ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. എന്നാ രേവതി മോൾ അത് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതെ, നിങ്ങൾ കൊണ്ടുവന്ന മരുമകളായതുകൊണ്ട് ഏത് നേരവും നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നോ? ഇപ്പോ നാട് നീളെ ഞാനാണ് നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ദേ എടി
പൂ കെട്ടുന്നവളെ, നീ എന്തിനടി പൂ കെടുക്കാൻ പോകുന്നവരോടെല്ലാം എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമയം രേവതി പറയുന്നുണ്ട്, അതെ, ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അമ്മയെക്കുറിച്ച് ഞാൻ നല്ലത് മാത്രമേ മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളൂ എന്ന് രേവതി പറയുന്നുണ്ട്. എന്നാ രവി പറയുന്നുണ്ട്, ചന്ദ്രേ, നീ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷെ നിന്നോട് ഈ കാര്യം പറഞ്ഞതാരാണെന്ന് പറ. അവര് നേരിട്ട് ചോദിച്ച കാര്യം മനസ്സിലാവുമല്ലോന്നേ. എന്നാ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, അങ്ങനെ പറഞ്ഞവരുടെ പേരും നാളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കപ്പോ എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം വർഷ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ആന്റി, ആന്റി അങ്ങനെ പറഞ്ഞ ഒഴിയാൻ ശ്രമിക്കല്ലേ. രേവതി ചേച്ചിയുടെ മേലില് ഒരു കുറ്റം ചുമത്തുമ്പോ അതിന് ആരാണ് പറഞ്ഞതെന്നും കൂടി തെളിയിച്ചിട്ട് ബാക്കി പറഞ്ഞാൽ മതി എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും നിന്നെ ആരെ വർഷേ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഡെക്കറേഷൻ ചെയ്യേണ്ട ആ വിവാഹ ദിവസം എത്തുന്നുണ്ട്. അങ്ങനെ വെളുപ്പിനെ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ എഴുന്നേറ്റിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ഇന്ന് മണ്ഡപത്തിലേക്ക് ദേവും ചേച്ചിമാരും എല്ലാം പോയിട്ടുണ്ട്. സച്ചിയേട്ടൻ അവർക്ക് ആവശ്യമുള്ള പൂക്കളെല്ലാം വണ്ടിയിൽ എത്തിച്ചു കൊടുക്കണം. ഞാൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കോളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നമ്മുടെ ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അത് നമ്മുടെ ഹേമ തന്നെയാണ്. അതെ മാസ്റ്റർ, ഇന്ന് ദിവസം ഏതാണെന്ന് അറിയാലോ. ഇന്ന് 10-ാം തീയതിയാണ്. ഇന്നാണ് ആ ഓർഡർ ഡെക്കറേഷൻ കല്യാണം നടത്തുന്നത്. എനിക്ക് ദിവസമൊക്കെ ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാ ഹേമ പറയുന്നുണ്ട്, എന്തായാലും ഇന്നത്തെ ഓർഡർ അവൾ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അവരുടെ കയ്യിൽ വരാൻ പോകുന്നത്. പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല. എന്തായാലും ഇന്ന് അവൾ ആ ഡെക്കറേഷന് പോവാൻ പാടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഹേമയാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്ന് ഹാളിലും റൂമിലും എല്ലാം നോക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. രേവതിയാണെങ്കിൽ തിരക്ക് പിടിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിരിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി പെട്ടെന്ന് തന്നെ അയ്യോ അമ്മയെ ഓടി വരണേന്ന് വിളിച്ച് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. രേവതി പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുമ്പോ അയ്യോ എന്റെ കാലൊന്ന് ഉളുക്കി, നടുവ് വെട്ടിയെന്നാ തോന്നുന്നേ, നീ പിന്നെ പെട്ടെന്നൊന്ന് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ആ സ്റ്റെയറിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാ രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇത്രയും നേരം കുഴപ്പമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് എന്താ പറ്റിയെന്ന് ചോദിക്കുക. എന്താടി വേദനകളൊക്കെ വരുന്നത് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണോ? അതെ, നീ കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് ചോദിക്കണ്ട. അയ്യോ അമ്മ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. അതെ, നീ എന്തെങ്കിലും പുരട്ടാനുള്ളതൊന്ന് എടുത്തുകൊണ്ട് വന്ന് എന്റെ കാലൊക്കെ ഒന്ന് തിരുമിക്കേ. അതിനുശേഷമേ ചെറിയ ചൂടുവെള്ളം ഉപ്പിട്ട് കൊണ്ടുവന്ന് ചൂടും വെച്ച് തന്നാ മതി എന്ന് പറയാനേ. അയ്യോ അമ്മ, ഭയങ്കര വേദനയാണെങ്കിൽ സച്ചിയേട്ടനെ വിളിക്കാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുന്നുണ്ട്. ഏയ് അതൊന്നും വേണ്ട, അവൻ വല്ലോ അർജന്റ് കാര്യത്തിനും പോയതായിരിക്കും. വേറെ ആരെയും വിളിച്ചു വരുത്തണ്ട. കുറേ നേരം, ഒരു വൈകുന്നേരം വരെയെങ്കിലും കുറച്ചു നേരം തിരുമ്മി ചൂടൊക്കെ വെച്ച് കഴിയുമ്പോൾ അങ്ങ് പോയിക്കോളും. അത് നീ തന്നെ അങ്ങ് ചെയ്താൽ മതി എന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. ഈ സമയം രേവതി പറയുന്നുണ്ട്, അയ്യോ അമ്മേ, വൈകുന്നേരം വരെയൊന്നും എനിക്ക് ഇവിടെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. എനിക്കിന്നൊരു സ്റ്റേജ് ഡെക്കറേഷൻ ഉള്ളതാണെന്നേ. ഓ, ഞാനിവിടെ ചാവാൻ കിടക്കുമ്പോഴാണോടി നിന്റെ ഒരു ജോലി? അതെ, പൂ കെട്ടുന്നതല്ലേ, ഒരു സ്റ്റേജ് ഡെക്കറേഷൻ വന്നേക്കുന്നു. എന്തായാലും എന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു മതി നിന്റെ ഒരു ജോലി. അതെ, പെട്ടെന്ന് തന്നെ ചൂടുവെള്ളം ചൂടാക്കിക്കൊണ്ട് ചൂട് വെക്കാൻ നോക്ക്. അതിനുശേഷം എനിക്ക് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കിത്താ, വേദന കുറച്ച് കുറഞ്ഞോളൂ എന്ന് പറയാണ്. രേവതിയാണെങ്കിൽ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിൽ അടുക്കളയിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സച്ചിയെ ഫോൺ വിളിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, ഇപ്പോ അമ്മയ്ക്ക് കാലുളുക്കി ഭയങ്കര വേദനയായിട്ട് ഇരിക്കുക. ഞാന് ചൂട് വെച്ചുകൊണ്ട് വെക്കാനായിട്ട് പോവാ. ഞാനെങ്ങനെ അവിടെ എത്തുകയെന്ന് ചോദിക്കുന്നുണ്ടേ. അയ്യോ അമ്മയ്ക്ക് നല്ല വേദനയാണ് രേവതി. എന്തായാലും നീ വരാതിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാവില്ലല്ലോ. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ നീ വരണമല്ലോ. ഒരു കാര്യം ചെയ്, നീ പാർലർ ഏട്ടത്തിയെ വിളിച്ച് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ പറ. ബാക്കി നീ ഇവിടെ വന്നിട്ട് പിന്നീട് പോയാൽ മതിയല്ലോ എന്ന് പറയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, അത് നടക്കില്ല.
അയ്യോ സച്ചിയേട്ടാ, അമ്മ ഇത്രയും വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇട്ടിട്ട് വരിക? അത് എനിക്കൊരു സമാധാനവും കാണില്ല. ഒരു കാര്യം ചെയ്യാം, സച്ചിയേട്ടൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. സച്ചിയേട്ടൻ വീഡിയോ കോളിൽ വാ, എന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം. ദേവുവിനോടും ചേച്ചിമാരോടും എല്ലാവരും സ്റ്റേജിന്റെ അടുത്ത് നിൽക്കാൻ പറയുന്നെന്നും പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ചൂടാക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വരുമ്പോൾ വീഡിയോ കോളിൽ വിളിച്ചിട്ട് രേവതി ഓരോ ഏരിയയിലും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശശിയേട്ടാ, ഞാൻ അമ്മയ്ക്ക് ചൂട് വെച്ച് കൊടുത്തിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് പോയിരുന്ന് കുറെ നേരം ഇങ്ങനെ ചൂട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതി മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ്. നിന്റെ ഓർഡർ ഇന്ന് ഞാൻ ശരിയാക്കി തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണല്ലോ. എന്താ അമ്മേ, വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ ഇല്ല, ഭയങ്കര വേദനയാണ്, നീ പോയി ഇച്ചിരി സൂപ്പ് കൂടി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയാണേ. അങ്ങനെ സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഗ്യാപ്പില് രേവതി വീണ്ടും കിച്ചണിൽ എത്തിയിട്ട് വീണ്ടും സച്ചിയെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി പാർട്ടും കൂടി ചെയ്യേണ്ടതെല്ലാം വീഡിയോ കോളിലൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി. അങ്ങനെ രേവതി ചന്ദ്രമതിക്ക് സൂപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പ് കുടിച്ചതിന് ശേഷം വീണ്ടും ഇനി സമയമായിട്ടില്ലല്ലോ, എങ്ങനെയെങ്കിലും സമയം കളയണമല്ലോ. ചന്ദ്രമതി പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ ഈ വേദനയൊക്കെ കുറയണമെങ്കിൽ വയറിനൊരു സുഖമൊക്കെ കിട്ടാന് നല്ല രസം ഉണ്ടാക്കണം. നീ ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയൊന്നും എനിക്ക് കൂട്ടാൻ പറ്റില്ല. നീ എനിക്ക് കൂട്ടാൻ പറ്റുന്ന വല്ല രസവോ മെഴുക്കുവരട്ടിയോ ഒക്കെ വെക്ക് എന്നും പറഞ്ഞിട്ട് വീണ്ടും രേവതിയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഈ സമയം രേവതി വീണ്ടും അടുക്കളയിൽ ചെന്നിട്ട് സച്ചിയെ വിളിച്ചിട്ട് എന്തായി സച്ചിയേട്ടാ അവിടുത്തെ കാര്യങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. രേവതി, എന്തായാലും നീ ഒരു സാധാരണ പെണ്ണല്ല രേവതി, ഇത് നിന്നെ കൊണ്ട് മാത്രം കഴിയൂ. നീ ഇങ്ങോട്ടേക്ക് പോലും വരാതെ ഇത്ര മനോഹരമായിട്ട് ചെയ്തെന്നോ? ദേ ഓണർ പ്രൊഫസർ വന്ന് നോക്കിയിട്ട് ഇത് അസാധ്യമാണെന്നുള്ള മട്ടിലാണ് അദ്ദേഹം നിന്നെ കുറിച്ച് പറഞ്ഞത്. അവർക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ഹേമ വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. വലിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് വലിയ ആളാവാന്ന് കരുതിയിരിക്കുകയാണ്. എന്തായാലും ഒരു വഴിയിൽ വെച്ച് പൂക്കച്ചവടം ചെയ്യുന്നവളെ പോലും ആക്കാന് ഞാൻ നിന്നെ അനുവദിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഹേമയോട് പറയുന്നുണ്ട്, അതെ ഇന്ന് നീ പറഞ്ഞതുപോലെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് ഒന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല. എനിക്ക് നടുവ് വെട്ടിയെന്നും പറഞ്ഞ് ഞാൻ കള്ളത്തരം പറഞ്ഞ അവളെ ഇവിടെ ഇരുത്തിയത്. അവളുടെ ഓർഡറൊക്കെ ഇപ്പൊ പോയി കാണുമല്ലോ അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചു, നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാ ഹേമ പറയുന്നുണ്ട്, നിങ്ങൾ കുറെ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി ആ മണ്ഡപം കൂടി എടുത്ത് നിങ്ങൾ തലയിലോട്ട് പോയി. നിങ്ങളുടെ മരുമകളെ നിങ്ങളെക്കാളും അതിബുദ്ധിശാലിയാണ്. അവള് വീട്ടിലിരുന്ന് ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്ത് അവളെ എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അവൾക്കിപ്പോ ലക്ഷങ്ങൾ കയ്യിലും കിട്ടും. പിന്നെ നിങ്ങൾ ഇനിയിപ്പോ അവള് അടിച്ച് വീടിന് പുറത്താക്കും, എന്നിട്ട് അവളായിരിക്കും വീട് ഭരിക്കാൻ പോന്നെ, വെച്ചിട്ട് പോന്നും പറഞ്ഞിട്ട് ഹേമ ദേഷ്യപ്പെട്ടങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് ചന്ദ്രമതി ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. ഇത് ഹേമയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്, എന്നിട്ടും ആ പൂക്കാരി ഇത് പോയിരുന്ന് വീഡിയോ കോൾ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയോ? ഇതുകൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഈ റൂമിൽ നിന്ന് പുറത്തു പോകാതെ ഞാൻ അവളെ ഇവിടെ ഇരുത്തിയേനെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ രേവതിയാണെങ്കിൽ ഡോറിന് പുറത്ത് നിന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീടായിട്ട് നമ്മുടെ സച്ചി ഭയങ്കര സന്തോഷത്തില് ഒരു പൂമാലയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വന്നതേ രേവതിക്ക് കൊണ്ടുപോയി ആ പൂമാല അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. രവി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ ഇന്ന് ഇത്ര പ്രത്യേകത? അച്ഛൻ കണ്ടെത്തി തന്ന എൻ്റെ ഈ ഭാര്യ ഉണ്ടല്ലോ, ഇവള് ആരാണെന്നറിയാവോ? ഇന്ന് പുറത്തു പോലും പോകാതെ മണ്ഡപ ഡെക്കറേഷനൊക്കെ അവള് മനോഹരമായിട്ട് തീർത്ത് തന്നച്ചാ. അമ്മയ്ക്ക് കാലുവേദനയാണെന്നും പറഞ്ഞിട്ട് ഇവിടെ അവൾ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് വീഡിയോ കോൾ വിളിച്ചാണ് ആ ഡെക്കറേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ രവിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ആണെങ്കിൽ രേവതിയെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് അമ്മയ്ക്ക് ശരിക്കും കാലുവേദന ഒന്നും ഇല്ലായിരുന്നു,
എന്നെ ആ മണ്ഡപത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അമ്മയുടെ അടവായിരുന്നു അത്. ഞാൻ ആ ഹേമയോട് അമ്മ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു സച്ചിയേട്ടാ. എനിക്ക് ആ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയും ഹേമയും കൂടി പ്ലാൻ ചെയ്തതാണിതെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും രേവതി, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇപ്പൊ തന്നെ ചോദിച്ചിട്ടേ ഉള്ള കാര്യം എന്നും പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ് ഹോളിലേക്ക് വരുന്നത്. അച്ഛാ, ദേ ഈ ഇരിക്കുന്ന അച്ഛന്റെ ഭാര്യ ഉണ്ടല്ലോ, ഇവര് വലിയ നടിയാന്ന് പറയുകയാണേ. രവി ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്താ പറ്റിയത്? ദേ അച്ഛാ, ഇവർക്കേ കാലിന് വേദന ഒന്നും ഇല്ലായിരുന്നു, ഇവർക്കൊരു ഉളുക്കലും ഇല്ലായിരുന്നു. ഇവരെ രേവതിയെ ആ ഡെക്കറേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ അഭിനയിച്ച് തകർക്കുമായിരുന്നു. എന്നിട്ട് എൻ്റെ രേവതിയാണെങ്കിൽ ഇവരെ പോലെയല്ലല്ലോ, പൂ പോലെയുള്ള മനസ്സായതുകൊണ്ട് അവള് ജോലി പോലും മാറ്റി വെച്ചിട്ട് ഇവരെ ശുശ്രൂഷിച്ചു. എന്നിട്ടും ഇവര് ചെയ്ത എന്താണെന്ന് അറിയാവോ? ഇവര് ആ സ്റ്റേജ് ഡെക്കറേഷൻ രേവതിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ വിടാതെ ഇവിടെ വെച്ചോണ്ടിരുന്നത്. എന്നാ എൻ്റെ രേവതി ബുദ്ധിശാലി ആയതുകൊണ്ട് അവള് വീഡിയോ കോൾ വിളിച്ച് എല്ലാം പൂർത്തിയാക്കി. ദേ അച്ഛാ, ഇവര് തന്നെയൊന്നും അല്ല ചെയ്തത്. ഇപ്പോ രേവതിയുടെ എതിരാളിയായിട്ടുള്ള എല്ലായിടത്തും ഇപ്പോ ഡെക്കറേഷനൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു ഹേമ. അവരുടെ കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ, അത് അമ്മയുടെ വലിയ കൂട്ടുകാരിയാണ് അവരും ഈ അമ്മയും കൂടിയിട്ട് എൻ്റെ രേവതിനെ തകർക്കാൻ നോക്കിയതെന്ന് പറയാണ്. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ സച്ചി പറയുന്നതൊക്കെ? ചന്ദ്രേ, നീ എന്തൊക്കെയാണ് ഈ പ്രായത്തിലും കാണിച്ചു കൂട്ടുന്നത്? കൊച്ചു കുട്ടികളുടെ അത്രയും പോലും വിവരമില്ലാതായി പോയല്ലോ നിനക്ക്. എത്ര പാഠം കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ? പിന്നെ രേവതിയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. കാരണം അത് അവളുടെ നല്ല മനസ്സാ. ആർക്കും ഒരു ദ്രോഹവും വരരുതെന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവം നല്ലതേ കൊടുക്കൂ. ഇപ്പൊ നിനക്ക് ബോധ്യമായില്ലേ? ഇനി ഇതുപോലെ മേലിൽ ആവർത്തിച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയ്ക്ക് നല്ലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാ ആകെ ചമ്മി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അവരെന്ത് വേണേലും കാണിച്ചോട്ടെ, ഇതിൽ നിന്നൊക്കെ മനസ്സിലായല്ലോ, എന്നെയും എൻ്റെ രേവതിയെയും തകർക്കാനായിട്ട് ആരൊക്കെ ശ്രമിച്ചാലും പറ്റില്ല. അച്ഛാ, പിന്നെ ഞാനും കൂടിയിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാനായിട്ട് പോവാ, ഒരു ഡ്രൈവിംഗ് സ്കൂള്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അച്ഛാ തുടങ്ങുന്നത്. എന്തായാലും എൻ്റെ ഫീൽഡ് ഇതല്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ, അതിനൊരു ബോർഡ് വെക്കണമല്ലോ. ഞാൻ അതിൻ്റെ ഒരു പരസ്യത്തിനായിട്ടുള്ള ബോർഡ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചോട്ടെ എന്ന് ചോദിക്കുകയാണേ. എന്നാൽ ഇത് കേൾക്കുന്ന ശ്രുതിക്കും അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രേവതിക്ക് ഇപ്പോൾ വലിയ ഓർഡറുകളൊക്കെ കിട്ടി, ലക്ഷങ്ങൾ കിട്ടി. ഇനി സച്ചിയും അടുത്ത ബിസിനസ്സിലേക്ക് പോവാണല്ലോ, അതെങ്ങനെയും തടയണമല്ലോ. ശ്രുതി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അത് അങ്കിൾ, അതൊന്നും നടക്കില്ല. ഇവിടെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബിൽഡിങ്ങിന്റെ പൊസിഷൻ മാറും. അതിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ട് പിന്നെ കറണ്ട് ബില്ലും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ട് വരുമെന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതിക്കും അങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ട് കേട്ടോ. അതെ, ഇത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ അതൊന്നും നടക്കില്ല. എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു സ്കൂളിന്റെയും ബോർഡ് വെക്കണ്ടെന്ന് പറയുന്നുണ്ട്. രവി പറയുന്നുണ്ട്, ചന്ദ്രേ, ഇവനും നിന്റെ മകൻ തന്നെയല്ലേ, അവന്റെ ഒരു ഉയർച്ചയ്ക്ക് പിന്നില് നീ എന്തിനാണ് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? സച്ചിയപ്പ പറയുന്നുണ്ട്, അമ്മേ, ഒരു ബോർഡല്ലേ വെക്കുന്നുള്ളൂ, വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ട് ആരും വീടിനുള്ളിലേക്ക് വരില്ലല്ലോ. അതെ, എന്തായാലും എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡും ആരും വെക്കണ്ട, ഇതെന്റെ വീടാണെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. എന്നാ രവി അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേ, ഏതു നേരം ഇങ്ങനെ എൻ്റെ വീടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നിന്റെ വീടാണെങ്കിലും ഇതെന്റെ പേരിലാണ് ഉള്ളത്. സച്ചിമോനെ, നീ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ. ഇതിനെതിരെ ആരും ഇനി ഇവിടെ ശബ്ദിക്കണ്ടെന്നും പറഞ്ഞിട്ട് ശ്രുതിയെയും ഒരു നോട്ടം നോക്കിയിട്ടാണ് കേട്ടോ രവി അകത്തേക്ക് അങ്ങ് കയറി പോകുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നമ്മുടെ രേവതി ചെയ്ത ഓർഡറിന്റെ ക്യാഷ് കിട്ടുന്നുണ്ട് കേട്ടോ. 10 ലക്ഷം രൂപ അദ്ദേഹം കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ സച്ചിയാണെങ്കിൽ രാവിലെ തന്നെ ബാങ്കിലെ സ്റ്റാഫിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഹോളിലേക്ക് ഇറങ്ങി വരികയാണ്, എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ദേ ഇത് ബാങ്കിലെ സ്റ്റാഫുകളാണ്,
നമ്മുടെ രേവതി ഇപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങിയില്ലേ. ഈ ടാക്സിന്റെ പ്രോബ്ലം ഒക്കെ വരുന്നത് കൊണ്ട് വെറുതെ അക്കൗണ്ടിലേക്കൊന്നും ക്യാഷ് വരണ്ടല്ലോ. ഇതിപ്പോ രേവതിയുടെ പേരിൽ തന്നെ ഒരു കമ്പനി അങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്, പുതിയ ഒരു അക്കൗണ്ടും. ഇപ്പോൾ ദേ രേവതി ഫ്ലവർ ഷോപ്പ് എന്നുള്ള പുതിയൊരു കമ്പനിയും കൂടിയിട്ട് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് രേവതിയെയും കൂടി വിളിച്ചിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു അക്കൗണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കണ്ണ് തള്ളി ഇരിക്കുകയാണ്. ഈ സമയം വർഷ പറയുന്നുണ്ട്, എന്തായാലും അത് കലക്കി സച്ചിയേട്ടാ. ദേ രേവതി ചേച്ചി കൺഗ്രാജുലേഷൻസ്. എനിവേ ഇനി രേവതി ചേച്ചി ഒരു കമ്പനിയുടെ ഓണറും കൂടിയാണ്. ഇനിയിപ്പോൾ ചെക്ക് ബുക്കൊക്കെ ഉണ്ടല്ലോ, അതുവഴി ക്യാഷുകൾ വിഡ്രോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺഗ്രാറ്റ്സ് ഒക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ സച്ചി ബാങ്കിൽ അവരെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ചെക്ക് ബുക്ക് ഏൽപ്പിച്ചല്ലോ. ദേ രേവതി, ഇതാണ് നിന്റെ ചെക്ക് ബുക്ക് എന്നും പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. രേവതി, ഇതിന്റെ കാര്യങ്ങളെല്ലാം നേരത്തെ ഞാൻ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇട്ട ആ 10 ലക്ഷം രൂപ ഉണ്ടല്ലോ, അത് നിന്റെ ഈ അക്കൗണ്ടിലേക്കാണ് വന്ന് കയറിയിട്ടുള്ളത്. ഇപ്പോൾ തേണ്ടേ ഇനി ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കാനുള്ള ക്യാഷ് നിന്റെ കൈ കൊണ്ട് ചെക്ക് തന്നെ എഴുതി കൊടുക്കാൻ പറയുകയാണേ. ഈ സമയം നമ്മുടെ രവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഇത് മറ്റൊന്നും അല്ലടാ, ഒരു ഭാര്യയ്ക്ക് ഇത്രയും നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവിനെ കിട്ടിയില്ലേ. നിനക്ക് ഇങ്ങനെയൊരു ഭാര്യയും ഇത് മാത്രം മതിയടാ ഈ അച്ഛന് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാനെന്ന് പറയുന്നുണ്ട്. എന്നാൽ രേവതി പറയുന്നുണ്ട്, അച്ഛാ ഇത് എൻ്റെ സച്ചിയേട്ടൻ്റെ ഹെൽപ്പ് കൊണ്ട് മാത്രം ഉണ്ടായതാണ് എൻ്റെ ഈ ഉയർച്ച. അച്ഛാ ഈ ചെക്ക് ബുക്കിൽ കണ്ടോ, എൻ്റെ കമ്പനിയുടെ പേരെന്നും പറഞ്ഞിട്ട് ഓണർ രേവതി എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ചെക്ക് ബുക്ക് മേടിച്ചിട്ട് രവി വായിച്ചു നോക്കിയിട്ട് ചന്ദ്രൻ ഇത് നോക്കെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി അതൊന്ന് വായിച്ചു പോലും നോക്കാതെ മുഖം തിരിച്ചിരിക്കുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി ഇനി നിനക്ക് GST നമ്പറൊക്കെ ഉണ്ടാവും. ഇനി ഏത് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ആ GST നമ്പറൊക്കെ കൊടുക്കണമെന്നേ. അതെന്തിനാണ് സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോഴാണ് രേവതി, ഇനി വർഷം തോറും നിന്റെ വരുമാനമേ 20 ലക്ഷം രൂപയൊക്കെ ആവുമല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും GST അടയ്ക്കേണ്ടതുണ്ടെന്നേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളിപ്പോവാണ്. അത് 20 ലക്ഷം രൂപയോന്നേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുകയാണ് കേട്ടോ. ഇനി ഉടനെ തന്നെ വീണ്ടും രേവതിയുടെ അടുത്തേക്ക് തിരിയോ എന്നുള്ള ഒരു പേടിയും നമ്മുടെ ശ്രുതിക്കുണ്ട്. അങ്ങനെ രേവതി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എടാ അതെ, സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്തവളുമാർക്കൊക്കെ ഒരു ചെക്ക് ബുക്കൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യാനാണ്? അത് മേടിച്ചേ ഫില്ല് ചെയ്ത് കൊടുക്കടാ ശ്രീകാന്തേന്ന് പറയാണ്. എന്നാ രേവതി പറയുന്നുണ്ട്, ദേ സച്ചിയേട്ടാ ഈ ചെക്കൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക സച്ചിയേട്ടാന്ന് രേവതി പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയുന്നുണ്ട്, ദേ നീ അങ്ങോട്ട് കണ്ടു പഠിക്കടി ആ രേവതീനെ. നീ ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് ലക്ഷങ്ങൾ വരുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇതിപ്പോ രേവതിയൊക്കെ നിന്നെ കയ്യിലും പണക്കാരിയാവുന്ന തോന്നുന്നതെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അകത്തേക്ക് ഒരു പോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇനി ചന്ദ്രമതി നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യമെല്ലാം അവതാളത്തിലാവുമെന്നും അറിയാലോ. അങ്ങനെ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടിയിട്ട് രേവതിക്കെതിരെ ഇറങ്ങുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ആ ഹേമ എന്ന് പറഞ്ഞ ആ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യുന്ന രേവതിയുടെ എതിരാളിയുടെ കൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ചെന്ന് ചേരുന്നത്. അങ്ങനെ നമ്മുടെ രേവതിക്ക് വേണ്ടിയിട്ടുള്ള പണി തുടങ്ങുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് വരയ്ക്കും എന്താണ് കാത്തിരിക്കും വരയ്ക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.